നിക്ക് മോളെ, ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു കുഴപ്പക്കാരിയല്ല. ഞാൻ ഇതേ വന്ന് പെട്ടുപോയതാ. എന്റെ ഗതികേടുണ്ട്. എന്റെ ശരിയായ പേര് സംയുക്ത എന്നാ. തകർന്നു പോയ ഒരു മനക്കിലെ പാവപ്പെട്ട പെൺകുട്ടിയാ ഞാൻ. എട്ടുകെട്ടും പടിപ്പുരയും കാര്യസ്ഥന്മാരും പറമ്പില് നിറയെ പണിക്കാരും ആനകളും ആനക്കാരും തേവാരപ്പുരയും കൊച്ചമ്പലവും ഒക്കെയുള്ള ഒരു മനക്കിലെ കുട്ടി. പക്ഷേ കണ്ണടച്ച് തുറക്കും മുമ്പ് ഇതെല്ലാം ഇല്ലാണ്ടായി. പിന്നെ അംബിക മാഡം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കഥയൊക്കെ ഞാൻ മോളോട് പിന്നെ പറയാം. ആന്റി പറയുന്നത് ശരിയാണെങ്കിൽ ആന്റി എങ്ങനെ ഇതിൽ വന്ന് പെട്ടു? അത് വലിയൊരു കഥയാ മോളെ. ആ കഥയൊക്കെ ഞാൻ ഇനിയൊരു അവസരത്തിൽ മോളോട് പറയാം. അവരെനിക്ക് വലിയ പേടിയാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് അവരറിഞ്ഞ അവരെന്നെയും ഞങ്ങൾ എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കി കളയും. ആന്റി എല്ലാം എന്നോട് തുറന്നു പറയും. ചിലപ്പോ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. സ്വയം രക്ഷിക്കാൻ മാർഗമില്ലാതെ കൈയും കാലോട്ട് അടിക്കുന്ന മോള് എന്നെ എങ്ങനെ രക്ഷിക്കാനാ? അംബിക വർമ്മയുടെ കെണി വീണ് കിടക്കുന്നവർക്കാർക്കും ഒരു മോചനവും ഇല്ല മോളെ. അവരൊരു അസുര ജന്മോ. അവരെ തീർക്കണമെങ്കിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ പുതിയൊരു അവതാരം എടുക്കണം. അല്ല, അതവിടെ നിൽക്കട്ടെ. ഇതിത്ര കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇത്ര നിഷ്കളങ്കരായ മോളെയും രാജുവിനെയും ഒരു കാരണവശാലും ഞാൻ വേദനിപ്പിക്കുകയോ ചതിക്കുകയോ ഇല്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആരെയും ചതിച്ച ശീലമോ പാരമ്പര്യമോ ഞങ്ങൾക്കില്ല മോളെ. മനക്കലെ പത്മതീർത്ഥ കുളത്തിൽ ഉയരുന്ന ഗായത്രി മന്ത്രം കേട്ട് എണീറ്റ വെളുപ്പാൻ കാലങ്ങളാ എന്റെ ഓർമ്മയിൽ വരുന്നേ. മോളെ, ഞാനൊരു ഉറപ്പ് പറയാം. മരിക്കേണ്ടി വന്നാലും ഞാൻ മോളെ ചതിക്കില്ല. ഈ അംബികയെ ഇപ്പൊ ധിക്കരിക്കാൻ എനിക്കാവില്ല. കാരണം ഞാനിപ്പോ അവരുടെ തടവറയില്. ശുദ്ധഗതിക്കാരിയായ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുക്കണമെന്ന വ്യാമോഹത്തോടെയൊന്നും അല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഒരു വലിയ ഗതികേടിന്റെ പേരിൽ തന്നെയാ